മോളെ മോളെ ഒന്ന് പാല് കൊണ്ട് പോണേ, എനിക്ക് വല്ലാത്ത മുട്ടുവേനാ, വയ്യാഞ്ഞിട്ടാ. അച്ഛാ ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഇവൾക്ക് കൂടി കൊടുത്തേക്ക്. അച്ഛനെവിടെ? അച്ഛന് വയ്യ. മോളെ നേരത്തെ വരണേ, ബാങ്കിലേക്കൊന്ന് പോകാൻ. ശരി അച്ഛാ. ശരി. ദിനേശേട്ടാ, എന്താ മോളെ? നിങ്ങളുടെ കൂട്ടുകാരൻ കാരണം വൈകി, ബസ് പോയി, ഒന്ന് കോളേജിൽ കൊണ്ടാക്കണം. കേറിക്കോ. എന്താ ഒന്നുമില്ല മോളെ, ഒന്നുമില്ല. കാർഷിക ബാങ്കിന്റെ മുമ്പിൽ വെച്ചൊരു ബൈക്ക് വന്നിടിച്ചതാ. ദിനേശേട്ടാ, അച്ഛൻ എന്താ പറ്റി? എനിക്ക് അച്ഛനെ കാണണം. ഒന്നുമില്ല മോളെ, ഒന്നുമില്ല. മോളോടെ ഇരുന്നു. മനോജ്, വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല മോളെ, കൈക്കൊരു ചെറിയ പൊട്ടൽ മാത്രമേ ഉള്ളൂ കേട്ടോ. വിഷയമൊന്നുമില്ലല്ലോ, ഡോക്ടറോട് ചോദിച്ചിട്ട് നമുക്ക് ചെയ്യാം. ശരിയാണ് ദിനേശേട്ടാ, സത്യം പറ, ഡോക്ടർ എന്താ പറഞ്ഞത്? ഒന്നുമില്ല മോളെ, പേടിക്കാൻ ഒന്നുമില്ല. ഡോക്ടറെ കാണാൻ പോവാം. മോളിരിക്കുക, അവിടെ ഇരിക്കും. ഡോക്ടർ വരുന്നുണ്ട്. ആക്സിഡന്റ് ആയി കിടക്കുന്ന പൗത്രന്റെ മോളാ. ഓക്കെ, സിറ്റുവേഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. പേടിക്കാനൊന്നുമില്ല, നത്തിങ് സീരിയസ്. ഒരു 24 hours ഒബ്സർവേഷൻ വേണ്ടി വരും, അത്രേ ഉള്ളൂ. ഓക്കെ, ഇപ്പം ടെൻഷൻ മാറിയല്ലോ, ഇത്രയേ ഉള്ളൂ. ടെൻഷനൊന്നും അടിക്കണ്ട, മോളവിടെ ഇരുന്നേ. മോളൂട്ടിയെക്കുറിച്ച് ടെൻഷനൊന്നും അടിക്കണ്ട, ഞാൻ വീട്ടിൽ കൊണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. വാ. അത് ഞങ്ങൾ നോക്കിക്കോളാം മോളെ. അതെ, ഇവിടെ നിന്ന് ഇങ്ങനെ ഒറ്റയ്ക്ക് ടെൻഷൻ അടിച്ച് നടക്കുന്നതിനോട് ചോദിച്ചാ വല്ല ഹെൽപ്പും വേണോ? ഹലോ ഹലോ, എന്തു പറ്റി? എന്താ ഇവിടെ? അച്ഛന് ആക്സിഡന്റ് ആയിട്ട്. ഓ, ടെൻഷൻ അടിക്കണ്ട, താൻ ഇവിടെ ഇരിക്കും, ഇരുന്ന് സംസാരിക്കാം. ഇരിക്കേ. ചേട്ടൻ പല്ലവി ബാൻഡിലുള്ള പാട്ടുകാരനല്ലേ? അപ്പൊ എന്നെ അറിയാലോ. പാട്ടുകാരെ ആർക്കാ അറിയാത്ത? പ്രോഗ്രാം ഇവിടെ വെച്ചാൽ കണ്ടായിരുന്നോ? ഈ അടുത്തൊരു പ്രോഗ്രാം കണ്ടിരുന്നു. ചേട്ടനത് പാടിയ രാത്തിങ്കൾ പൂത്താലി നന്നായിരുന്നു. താങ്ക് യു. ഇതുവരെയുള്ള മൂടൊന്ന് മാറിക്കിട്ടിയില്ലേ?
അതാണ്. നമുക്കൊരു കാപ്പി കുടിച്ചാലോ? ഇപ്പൊ വേണ്ട, താല്പര്യമില്ല. ഓക്കെ. ചേട്ടൻ എന്താ ഇവിടെ? ഇത് നിങ്ങളുടെ ബാൻഡിലെ കുട്ടിയല്ലേ? അതെ, അതിഥി കൂടെ ദീപു. അവരുടെ കല്യാണ നിശ്ചയമായിരുന്നു ഇന്നലെ. അവളുടെ വീട്ടുകാർ സമ്മതിച്ചില്ല. ഞങ്ങൾ വിടുമോ? കയറി സംസാരിച്ചു. ഓക്കെ ആക്കി. അടുത്ത മാസം കല്യാണം. എപ്പടി? കൊള്ളാം. അതാണ്. ചേട്ടൻ മാരീഡാണോ? അല്ലല്ല. പ്രണയം? ഒരു കിറുക്കൻ പ്രണയം. അതെന്താ അങ്ങനെ? അതങ്ങനെയാ. ഇങ്ങനൊരാൾ അവളെ പ്രണയിക്കുന്നുണ്ടെന്നുള്ള കാര്യം അവൾക്കറിയില്ല. സൊസൈറ്റിയിൽ പോകുമ്പോഴും അമ്പലത്തിൽ തൊഴാൻ പോകുമ്പോഴും അവളുടെ കണ്ണുകൾ നോക്കി അവൾ നടന്ന വഴികളുടെ പിന്നിൽ എപ്പോഴും ഞാനുണ്ടായിരുന്നു. ഋഷി, നീ നേരത്തെ എത്തിയോ? ശ്യാം, നീ എവിടെയായിരുന്നു ഇത്രയും നാള്? അടാ, ഞങ്ങൾ നിന്നെ അന്വേഷിക്കാത്ത സ്ഥലങ്ങളില്ല. നീ ഇല്ലാത്ത പല്ലവി കരകയറാൻ മാസങ്ങളെടുത്തു. നിന്നോട് യാത്ര പറയാൻ വന്നാണ് ഞാൻ. അതിന് നീ എവിടെ പോകുന്നത്? ബഹ്റൈൻ. നാളെ വൈകിട്ട് 6 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പൊ നിന്റെ സംഗീതം, നമ്മുടെ പാഷൻ, അതിനെപ്പറ്റി നീ പറ. സ്വപ്നങ്ങൾ, അത് മനസ്സിൽ കാണാനുള്ളതാ. അത് വിട്. നിന്നോട് മാത്രമേ ഞാൻ യാത്ര പറയുന്നുള്ളൂ. മറ്റാരും അറിയണ്ട. ഞാനിപ്പോൾ ഒന്നിനൊരു കാരണമുണ്ട്. ഇനി നിന്നെ കാണാൻ പറ്റിയെന്ന് വരില്ല. നീ പറയണം. നഷ്ടപ്പെട്ടു പോയാൽ അത് നിനക്ക് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. ഞാൻ പറയാം. എന്നിട്ട് ഇഷ്ടം പറഞ്ഞോ അതോ പറയാൻ പോവാണോ? ഫസ്റ്റ് ബാർ ബി മേജർ. കുത്തിക്കുറിക്കുന്നുണ്ടല്ലോ, എന്താണാവോ? അടേ നോക്കി. കൊള്ളാം. നിങ്ങൾ രണ്ടുപേരും അവിടെ ഇരുന്ന പെണ്ണ് തോന്നി. നീ ഒന്ന് മോളിയേ. ആ ഇന്നീ ജനാലതൻ ഓരങ്ങളിൽ പ്രിയ ആർദ്രമഴയുടെ നോവു മാത്രം. ഇന്നീ ജനാലതൻ ഓരങ്ങളിൽ പ്രിയ ആർദ്രമഴയുടെ നോവു മാത്രം. പാടാൻ മറന്നൊരി പാട്ടിൻ്റെ വരികളിൽ ഇനിയെന്നും നോവിൻ്റെ ഓർമ്മ മാത്രം. ഓർമ്മ മാത്രം. ഇന്നീ ജനാലതൻ ഓരങ്ങളിൽ പ്രിയ ആർദ്രമഴയുടെ നോവു മാത്രം. വിജനമാം വീഥി തന്നോർമ്മകളൊക്കെയും അവളുടെ നിശ്വാസ സ്പന്ദനങ്ങൾ. വിജനമാം വീഥി തന്നോർമ്മകളൊക്കെയും അവളുടെ നിശ്വാസ സ്പന്ദനങ്ങൾ.
വദനങ്ങൾ പൊയ്പോയ കിനാക്കളിൽ കണ്ടു കൊതിച്ചൊരാ സുസ്മേരവദനങ്ങളെങ്ങു പോയി? പൊയ്പോയ കിനാക്കളിൽ കണ്ടു കൊതിച്ചൊരാ സുസ്മേരവദനങ്ങളെങ്ങു പോയി? ഇന്നീ ജനാലതൻ ഓരങ്ങളിൽ പ്രിയ ആർദ്രമാമഴയുടെ നോവു മാത്രം. പെയ്തു തോർന്നൊരാ മഴയുടെ താളങ്ങൾ എന്നാത്മഹൃദയ തുടിപ്പുകളാ. പെയ്തു തോർന്നൊരാ മഴയുടെ താളങ്ങൾ എന്നാത്മഹൃദയ തുടിപ്പുകളാ. ഒന്ന് നിർത്തടാ. നല്ലൊരു ഫീലായിരുന്നു, അതും കളഞ്ഞു. നിനക്ക് എന്തിന്റെ കേടാ രൂപേ? നീ മിണ്ടാതിരി. ഇവരെ പോലെ എനിക്ക് ഇവനെ കാണാൻ ആഗ്രഹം. അവളോട് ഞങ്ങൾ സംസാരിക്കണോ? അതെ, ഞങ്ങൾ പോണോ? വേണ്ട വേണ്ട, അവൻ പറഞ്ഞോളൂ. ഇന്നെങ്കിലും ഒന്ന് പറയടാ. ഇന്ന് പറയാൻ പോയതായിരുന്നു, അപ്പോഴവള് ബൈക്കിൽ കയറിപ്പോയത്. എന്താ മോളെ? നിങ്ങളുടെ കൂട്ടുകാരൻ കാരണം വൈകി, ബസ് പോയി. ഒന്ന് കോളേജിൽ കൊണ്ടാക്കണം. കയറിക്കോ. അനൂപേ, നീ ആ വണ്ടിയുടെ കീ ഒന്ന് കൊടുത്തേ, അവനെന്ന് പറയും. ഡാടാ പറയാം. അയ്യോ കാർഷിക ബാങ്കിന്റെ അവിടെ എന്നാ പറഞ്ഞേ? അവൻ പോയണം. പെയ്തു തോർന്നൊരാ മഴയുടെ താളങ്ങൾ എന്നാത്മഹൃദയ തുടിപ്പുകളാ. മണ്ണോടു മണ്ണായ സുന്ദര സ്വപ്നങ്ങൾ ഇന്നീ വഴികളിൽ തളിർത്തു നിൽപ്പൂ. മണ്ണോടു മണ്ണായ സുന്ദര സ്വപ്നങ്ങൾ ഇന്നീ വഴികളിൽ തളിർത്തു നിൽപ്പൂ.